കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിക്കും. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ബജറ്റിൽ സാധ്യതയുണ്ട്. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് ഊന്നൽ നൽകും. നികുതിയിതര വരുമാനം കൂട്ടി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾക്കും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. എന്തൊക്കെ പ്രതീക്ഷിക്കാം ബജറ്റിൽ? രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. തീർച്ചയായും ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണദായകമായിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിൽ ക്ഷേമ പെൻഷൻ കൂടുന്നതുൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഏറ്റവും പ്രധാനം, സംസ്ഥാനത്ത് അവസാനം നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് പുനരധിവാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതാണ്. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണം കൂടിയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കൂടി ബജറ്റിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് സാധ്യത വിവരങ്ങൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ നികുതി ഇതര വരുമാനം കൂട്ടുന്ന കാര്യങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. അതുവഴി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇനിയും നിരവധി പ്രഖ്യാപനങ്ങൾ ഒപ്പം ഉണ്ടാകും. സംസ്ഥാനത്തിന് വരുമാനം കൂട്ടുക എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളൊരു വാദം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകും. ബിനോയ്, ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ ഈ ഒരു സംസ്ഥാന ബജറ്റ് വരാനിരിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടേക്കാവുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ നിരവധി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. മറ്റെന്തൊക്കെ പ്രതീക്ഷിക്കാം ബജറ്റിൽ? തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം ഇനി ഒരു ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ കൂടി ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധിയായ മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നടത്തുന്ന മുതൽ മുടക്ക്, ഇത്തരം കാര്യങ്ങൾ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസായ സംരംഭകർ, അത് പ്രത്യേകിച്ചും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ വ്യവസായ സംരംഭകരെ കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതിലേക്കുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ ബഡ്ജറ്റ് കടക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം വലിയ തരത്തിലുള്ള നികുതിയിലേക്കോ അല്ലെങ്കിൽ നികുതി ഉയർത്തിക്കൊണ്ടോ ഉള്ള ഒരു ബഡ്ജറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ വ്യവസായങ്ങൾ, ഈ വനിതാ വ്യവസായ സംരംഭകർ, യുവാക്കൾ എന്നിവർക്ക് വലിയ തരത്തിൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി തന്നെ ബഡ്ജറ്റ് സംസ്ഥാന നിയമസഭയിലെത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞത്തിനൊപ്പം തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ വയനാട് പാക്കേജ് നടപ്പിലാക്കുന്നതിന് ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു പിന്തുണ സംസ്ഥാന സർക്കാരിന് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് തരത്തിലായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഏതെങ്കിലും പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുകയോ, അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ ക്ഷേമ പെൻഷനാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ കുടിശ്ശിക അല്ലെങ്കിൽ നൽകുന്നതിന് എന്തെങ്കിലും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമോ, അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതേസമയം ഒരു ക്ഷേമ പെൻഷനിൽ കാര്യമായ വർധനയ്ക്കുള്ള ഒരു സാധ്യത നിലവിൽ ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ തന്നെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു ആശ്വാസം എന്ന നിലയ്ക്ക്
ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ പദ്ധതികളിൽ ചെറിയൊരു മാറ്റം ത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല വരുന്ന ദിവസങ്ങളിൽ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ചെറുകിട വികസന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുടിവെള്ളം, അതുപോലെ തന്നെ റോഡുകൾ, ഇങ്ങനെയുള്ള വികസന പദ്ധതികളായിരിക്കും സംസ്ഥാന ബഡ്ജറ്റിൽ പ്രധാനമായും കടന്നുവരാനുള്ള സാധ്യത. അതേസമയം വൻകിട പദ്ധതികൾ, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൻകിട പദ്ധതികളൊന്നും തന്നെ കാര്യമായ രീതിയിൽ വരാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും കിഫ്ബിയുടെ തന്നെ വലിയ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് വലിയ കോടിക്കണക്കിന് മുതൽ മുടക്കിയുള്ള കളിസ്ഥലങ്ങൾ, അല്ലെങ്കിൽ വലിയ റോഡുകൾ, പാലങ്ങൾ, ഇത്തരം പദ്ധതികൾക്കൊന്നും തന്നെ കാര്യമായ ഒരു മുൻഗണന ഈ ബഡ്ജറ്റിൽ വളരെ സാധ്യത കുറവായിരിക്കും. ഒപ്പം കേരയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിന് എന്തുമാത്രം സാമ്പത്തികമായ ആവശ്യം വരും, അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മുതൽ മുടക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ബഡ്ജറ്റിലേക്ക് വരാം. ഒപ്പം ഇതുപോലെ തന്നെ റെയിൽവേയുടെ ശബരിപാത ഉൾപ്പെടെയുള്ള റെയിൽവേ വികസനം, കാരണം വളരെ നാളായി ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് ശബരി റെയിൽപാത. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുതൽ മുടക്ക്, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരും റെയിൽവേയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഒരു പ്രത്യേക കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അത്തരം ഒരു കൺസോർഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ എന്തുമാത്രം മുതൽ മുടക്കും, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഒപ്പം സേവന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഏതെങ്കിലും നികുതികൾ, അതായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുള്ളത്. അത്തരത്തിൽ സേവന മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നികുതികളുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ഏത് മേഖലയിലായിരിക്കും എന്നുള്ളതൊക്കെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള ബഡ്ജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി 2 പെട്രോളിന് ഉൾപ്പെടെ സെസ് ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ, ഇതൊക്കെ തന്നെ വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നിലവിൽ വലിയ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റിലേക്കായിരിക്കും ധനമന്ത്രി കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പിന്തുണ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും സംസ്ഥാനത്തിന് ലഭ്യമാകാത്ത ഒരു സാഹചര്യം, പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇല്ലാത്തൊരു സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു ബഡ്ജറ്റായിരിക്കും ഒരു പക്ഷേ അവതരിപ്പിക്കാൻ സാധ്യത. സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം, ഒപ്പം തന്നെ മത്സ്യബന്ധന മേഖലകൾ, ഇത്തരം മേഖലകൾക്കൊക്കെ വലിയ തരത്തിലുള്ള വികസനം അനിവാര്യമാണ് എന്നുള്ളത് സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും വികസനങ്ങൾ ആരോഗ്യ മേഖലയ്ക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കോ സാംസ്കാരിക മേഖലയ്ക്കോ ഒക്കെ ആണെങ്കിൽ അത്തരം മേഖലകൾ ഉള്ളിൽ എന്തൊക്കെ നടത്താൻ കഴിയും എന്നുള്ളതും ഒരുപക്ഷെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ചെറുകിട വ്യവസായ സംരംഭകർക്ക് കൂടുതൽ കൈത്താങ്ങാവുന്ന തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സംസ്ഥാന സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സംരംഭമാണ് വിഴിഞ്ഞം പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളും. ആ അനുബന്ധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഒരു വലിയ തരത്തിലുള്ള മുതൽ മുടക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനിവാര്യമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭൂമി ഏറ്റെടുക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൂടി കണ്ടുകൊണ്ട് ഉള്ള ഒരു വ്യവസായങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു ബഡ്ജറ്റിലേക്ക് വരും. ഒപ്പം ഈ സമീപ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ വന്യജീവി മനുഷ്യ സംഘർഷവും ഒപ്പം നിരവധി ആയ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനിടയായ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ എന്തുമാത്രം തുക വകകൊള്ളിക്കും, അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വനമേഖലയിൽ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അത് ഓരോ ദിവസവും ഇങ്ങനെ വന്യജീവി സംഘർഷത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വനമേഖലയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കൃഷിനാശത്തിന് എന്തൊക്കെ തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നൊരു കാര്യമാണ്. കാരണം ഓരോ ദിവസവും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും വലിയ തരത്തിലുള്ള കൃഷിനാശങ്ങൾ ഒക്കെ സംഭവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു പിന്തുണ എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അത് കാര്യമായും ഗൗരവത്തോടു കൂടിയും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ അതിനുള്ള തുക ബഡ്ജറ്റിൽ വകകൊള്ളിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഒപ്പം ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ വൻകിട വികസനങ്ങൾ ഇല്ല എങ്കിൽ പോലും നിലവിൽ നടക്കുന്ന പദ്ധതികൾ, പ്രത്യേകിച്ചും ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, ഇവയ്ക്കൊക്കെ എന്തുമാത്രം പൈസ ബഡ്ജറ്റിൽ വകകൊള്ളി
ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് ഒരു ഈ കേരള സർവകലാശാല, ഒപ്പം തന്നെ സംസ്ഥാന സർവകലാശാലകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് UGC ഉൾപ്പെടെയുള്ളവർ ഫണ്ട് നൽകുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ഗൗരവപരമായ വികസനങ്ങൾ സാധ്യമാക്കണം. അതിന് എന്ത് തരത്തിലുള്ള ഒരു നീക്കം ഈ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതും ശ്രദ്ധിച്ചു നോക്കും. എന്തായാലും ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അനിവാര്യമായത് പ്രത്യേകിച്ചും ഗതാഗത മേഖലയാണ്. പ്രത്യേകിച്ചും KSRTCക്ക് കഴിഞ്ഞ ദിവസം 103 കോടി രൂപ അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയെങ്കിൽ പോലും ഈ KSRTCയുടെ ഇനിയും വലിയ ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ആ ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജിലേക്ക് KSRTC നീങ്ങുമോ, അല്ലെങ്കിൽ KSRTC സംരക്ഷിക്കുവാൻ ധനവകുപ്പ് നീങ്ങുമോ, ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടത്. കാരണം ഇപ്പോഴും സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് KSRTCയിലെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി പോകുന്നത്. അത്തരത്തിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പാക്കേജുകളായിരിക്കും ഇതിൽ ഉൾക്കൊള്ളിക്കുക, അത്തരത്തിൽ പാക്കേജുകൾക്ക് കാര്യമായ പരിഗണന ഏത് തരത്തിലായിരിക്കും, ഇതൊക്കെ തന്നെ ഈ ബഡ്ജറ്റിൽ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനല്ല. എന്തായാലും അടിത്തട്ടിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു ബഡ്ജറ്റിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് കൂടി ഒരു സഹായകരമായ അവരുടെ വികസനങ്ങൾക്ക് അല്ലെങ്കിൽ താഴെത്തട്ടിലെ വികസനങ്ങൾക്ക് കാര്യമായ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യത. കാളിദാസ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതി ഇതര വരുമാനം കൂട്ടാനുള്ള ഒരു പദ്ധതി കൂടി ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും ബജറ്റിൽ എന്നുള്ളൊരു സാധ്യതയൊക്കെ നമ്മളും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു നികുതിയിതര വരുമാനം കൂട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാലയളവിൽ, മിച്ചമിരിക്കുന്ന കാലയളവിൽ അത് പൂർണ്ണമായും നടത്താൻ സാധിച്ചെങ്കിലും അതിൻ്റെ ഒരു ആദ്യഘട്ടം പൂർത്തിയാക്കാൻ സർക്കാരിന് സാവകാശം കിട്ടുമെന്ന് കൂടി കരുതാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ കാണേണ്ടതും. കാരണം നികുതിയിതര വരുമാനങ്ങളിൽ ഉണ്ടാകുന്ന വർധന അത് ഏത് തരത്തിലായിരിക്കും ധനമന്ത്രി ബഡ്ജറ്റ് ഉൾക്കൊള്ളിക്കൂ, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് ഏതെങ്കിലും പദ്ധതികൾ ധനമന്ത്രി ഉൾപ്പെടുത്തും എന്നുള്ളതാണ് വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നികുതി ഇനത്തിൽ മറ്റ് നികുതി ഇനത്തിൽ കാര്യമായ വർധന നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും കേന്ദ്രത്തിന്റെ വിഹിതം, കടമെടുക്കുന്ന വിഹിതത്തിലുണ്ടാകുന്ന വെട്ടിക്കുറയ്ക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതും. പലപ്പോഴായി കടമെടുക്കാനുള്ള വിഹിതങ്ങളിൽ കാര്യമായ വർധന കേന്ദ്രം അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം, അതിന് ഒരു നിലനിൽപ്പ്, അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ധനമന്ത്രിയും കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ നികുതിയിതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലകളുണ്ട്, മറ്റ് മേഖലകളൊക്കെയുണ്ട്. ആ മേഖലകളിലൂടെ കാര്യമായ തരത്തിൽ ഒരു വികസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധന, ആ വർധന കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിരമിക്കൽ. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ആവശ്യം വരും. ആ സാഹചര്യം എങ്ങനെ നേരിടാൻ കഴിയും? കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ആ പ്രതിസന്ധി പരിഹരിച്ചെങ്കിൽ ഇത്തവണ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ഏതൊക്കെ തരത്തിൽ നീങ്ങാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ നികുതിയിതരമായുള്ള മറ്റേതെങ്കിലും വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാളിദാസ്. തീർച്ചയായും ബിനോയ്, ആ ബജറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക, എന്തൊക്കെയായിരിക്കും പ്രഖ്യാപനങ്ങൾ, അതെല്ലാം ജനപ്രിയ പ്രഖ്യാപനങ്ങളായിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്കും കൂടി പോകുന്നു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണനുമായി കൊച്ചിയിലെ ഓഫീസുകളിലും ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അനന്തുവിന്റെ അക്കൗണ്ടന്റിനെയും മറ്റ് ജീവനക്കാരെയും